ഹലോ, കുറച്ച് കാലമായിട്ട് മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പോവാട്ടോ. ഞാൻ കുറച്ച് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 വർഷത്തിന്റെ മേലെ കാലാണ് കേട്ടോ എന്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതിന് മാച്ച് ചെയ്തിട്ട് ഒരു പിങ്ക് ബാഗ് എന്റെ കൈമ കിട്ടി. കുറച്ച് കാലമായിട്ട് നോട്ടിട്ട് ഒരു സാധനമായിരുന്നു. എങ്ങനെയുണ്ട് എന്റെ ഫൈനൽ ലുക്ക്? അടിപൊളിയായില്ലേ? ലുക്കൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം. ഞാൻ എന്റെ ഹെയറിന്റെ മുകളിൽ ചെറിയൊരു പരിപാടി ചെയ്യാൻ പോവാട്ടോ. കുറച്ച് കാലമായിട്ട് എന്റെ മൂഡ് ഒരു ബേബി ഹെയർ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്ക് ചെറുതായിട്ടൊന്ന് മുടി സ്ട്രൈറ്റൻ ചെയ്താലോ എന്നുണ്ട്. നമ്മൾ ഇന്ന് പൂനൂരുള്ള ദുൽഹൻ ബ്യൂട്ടി ലോഞ്ചിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 2 വർഷമായി ഞാൻ ഇത് വേണോ വേണ്ടേ എന്നുള്ളത് ആലോചിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് അവിടുത്തെ എത്താതെ എനിക്ക് അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഒരു പ്രശ്നവും മുടിക്കുണ്ടാവും. കെയർ ചെയ്യാണ്ട് വിട്ട് കഴിഞ്ഞാല് മുടിക്ക് പണി കിട്ടുന്നുള്ളൂ. ഞാൻ എന്തായാലും കെയർ ചെയ്യുന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാനിപ്പോ ഈ പരിപാടിക്ക് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും അവിടുത്തെ ചേച്ചിമാര് മടിയുള്ള എന്റെ ഹെയർ നല്ല അടിപൊളിയായിട്ടൊന്ന് അവർ കുളിപ്പിച്ച് തന്നിക്കുന്നു കേട്ടോ. ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. നല്ല ഭയങ്കര കംഫർട്ട് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരുന്നു. പിന്നെ ഈ സലൂൺ നിങ്ങൾ കണ്ടില്ല, നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സലൂണാണ്. നമുക്ക് അങ്ങോട്ട് എണീച്ച് പോരാൻ തോന്നൂല. അപ്പൊ എന്തായാലും ഒരു 2-3 മണിക്കൂറിന്റെ പ്രയത്നത്തിന്റെ ഒടുവിൽ എന്റെ മുടി ഇങ്ങനായി കിട്ടിക്കുന്നു കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? ഇനിയിപ്പോ ഈ സ്ട്രൈറ്റ് ഹെയർ മൂഡ് എപ്പം മാറും എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ചേഞ്ച് തന്നെ കാണുമ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു ചേഞ്ച് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ചേഞ്ച് ഒക്കെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പെൺകുട്ടിയൊക്കെ ഈ മുടിന്റെ മുകളിൽ കളിക്കുന്നതാണല്ലോ ഏറ്റവും നല്ലതല്ലേ. അപ്പൊ നല്ലൊരു ചേഞ്ച് ഒക്കെ ആഗ്രഹിക്കുന്നവര് നേരെ വിട്ടോളിട്ടോ ദുൽഹനിലേക്ക്. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ.